ചന്ദ്ര അപ്പൊ തുടങ്ങാം. അഷ്കർ ടെക്കി ഇഷ്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞില്ലേ ബ്രോ? ഞാൻ കുറച്ച് ഓവറായില്ലേ? ആളെ പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുത്തോണ്ട് ഓരോരുത്തന്മാര് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഇട്ട് ഇറങ്ങണം. ഇവനാരുടെ ഹിറ്റ്ലർ മാധവൻകുട്ടിയോ? അതന്നത്തെ ചോരത്തിളപ്പിന്. എന്റെ ആനാൻഷയുടെ കേസിൽ പോലും ഞാൻ എന്താ പറഞ്ഞേ, എന്റെ വൺ ഓഫ് ദ ഒരു ഫേവറേറ്റ് യൂട്യൂബർ ആയിരുന്നു പുള്ളി ഇത് ചെയ്തപ്പോ എനിക്ക് വിഷമമായി. പാമ്പ് കടിച്ചവന്റെ തലയിൽ തേങ്ങ വേണമെന്ന് പറഞ്ഞാൽ ഇടിവെട്ടിവന്റെ തലയെ പാമ്പ് കടിച്ചെന്ന് പറയടേ. എല്ലാം ഒന്ന് തന്നെ. ഇവന്തോ എന്റെ സൈഡിൽ നിന്ന് ഒരു മിസ്റ്റേക്ക് ഇല്ലാഞ്ഞിട്ട് പോലും രാവിലെ ഞാൻ ഉറക്കം എണ്ണീറ്റപ്പോ തന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ഇട്ട് എനിക്കൊരു മെൻഷൻ വരുന്നു. ഇവൻ സമനില തെറ്റി ചെയ്യുന്ന ഈ ഇടയായിട്ട് ഇതിന്റെ സ്ഥിരം പരിപാടിയാ. കൗതുക ലേശം കൂടുതലാണ്, മാപ്പാക്കണം. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലും സത്യമുണ്ടോ, ഇതിനകത്ത് എന്തെങ്കിലും കാര്യമുണ്ടോ എന്നൊന്ന് ജസ്റ്റ് അന്വേഷിച്ചിട്ട് അത് ചെയ്തില്ല. വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഇങ്ങനെ പോയാ മിക്കവാറും എന്റെ കയ്യിൽ ഞാൻ തല്ല് വാങ്ങിക്കും. ഞാൻ യുണൈറ്റഡ് കിങ്ഡത്തിലല്ല ഞാൻ താമസിക്കുന്നത്, ഞാൻ യുണൈറ്റഡ് കൂടല, അതാണ് എന്റെ UK. പത്തനംതിട്ടയിലുള്ള കൂടൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. നിങ്ങളെല്ലാവരും അൻവിനെ എങ്ങനെയാണോ കണ്ടിട്ടുള്ളത് അതുപോലെയാണ് ഞാനും അൻവിനെ കാണുന്നത്. വെടിവെച്ച് കൊല്ലണപ്പ അതിനെ. കുറെ പേര് എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, അൻവിന്റെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് നക്കി പണത്തിന് മുകളിൽ ഒരു പരുന്തും പറക്കത്തില്ല. അഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്. ഏതെങ്കിലും ഒരു അക്കൗണ്ടിൽ അൻവിന്റെ സൈഡിൽ നിന്ന് ₹1 എന്റെ അക്കൗണ്ടിൽ ഫണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ഡിലീറ്റ് ആക്കി മൊത്തം ഡിലീറ്റ് ആക്കി ഞാൻ ഇറങ്ങി പോയിടുന്നു. അല്ല പിന്നെ ഇതെന്താ അവന്മാരുടെ പ്രശ്നം? കൂടുതലൊന്നും പറയരുത്, ഞാൻ കുളി കഴിഞ്ഞ് ഇറങ്ങിയുള്ളൂ. തെറി കൊണ്ട് അഭിഷേകം ചെയ്യരുത്. സൈന സൗത്ത് പ്ലസ് പോലെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ചാനൽ ചെയ്ത് ഫെയിം ആക്കി വെച്ചിരുന്ന ഒരു ക്രിയേറ്ററിനെ ഞാൻ എന്റെ പോഡ്കാസ്റ്റിൽ കൊണ്ടുവന്നതിൽ എന്താണ് തെറ്റ്? മനസ്സ് നിറഞ്ഞു, തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. പുള്ളിക്ക് ഭാര്യ ഉണ്ടോ, പുള്ളിക്ക് കുഞ്ഞുണ്ടോ എന്നൊന്നും ചോദിക്കാനുള്ള സ്പേസ് എനിക്കില്ല. കാരണം ഞാൻ പുള്ളിയുടെ പേഴ്സണൽ ആയിട്ടുള്ള അത്രയും ഇന്റിമേറ്റ് ഒരു ഫ്രണ്ട് അല്ല. സന്തോഷായി, നല്ല സന്തോഷായി. നീ ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.